Hi friends, once again welcome back to T Vlogs. It's me Tinu Varghese. മനോരമ മാക്സിൽ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ചലച്ചിത്രമാണ് പവി ടേക്ക് കെയർ. ആക്ച്വലി ഈ ഫിലിം റിലീസ് ചെയ്തിട്ട് ഏകദേശം 4 മാസത്തിൽ കൂടുതലെങ്ങാണ്ടായി. പക്ഷേ പല ഒ ടി ടികളും പ്ലാറ്റ്ഫോം വിട്ട് ഏറ്റവും അവസാനം മനോരമയിലാണ് ഇപ്പോൾ സ്ട്രീം ചെയ്തു തുടങ്ങിയത്. വിനീത് കുമാറാണ് ചിത്രം ഡയറക്ടേഷൻ ചെയ്തേക്കുന്നത്. ഞാനത് കണ്ടു. ഇതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡയറക്ടേഷൻ എന്ന് പറയുന്നത് അയാൾ ഞാനല്ല എന്ന് പറയുന്ന ഫഹദ് ഫാസിൽ അഭിനയിച്ച ഒരു ചലച്ചിത്രമാണ്. പിന്നീട് അത് കഴിഞ്ഞ് ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തു. പിന്നീട് അതിനുശേഷമാണ് ഈ പറയുന്ന പവി ടേക്ക് കെയർ. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് എക്സ്പ്ലോറേഷൻ ചെയ്ത് തരുന്നു. പവി ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ടേക്ക് കെയറിൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യം അത് ഒരു സാധാരണക്കാരൻ്റെ ദിലീപിൻ്റെ മറ്റ് പടങ്ങളെ അപേക്ഷിച്ച് ഒരു സാധാരണക്കാരൻ്റെ ലൈഫിലോട്ട് ഇറങ്ങി വരുമ്പോൾ അവനുണ്ടാവുന്ന ഒരു എന്താ പറയുക ലൈഫിൻ്റെ ഒരു ലെവലുണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ചിലയിടങ്ങളിൽ ഒരു ലാഗെന്ന് പറയാൻ പറ്റത്തില്ല, ലാഗ് പോലെ ഫീൽ. സാധാരണക്കാരുടെ ലൈഫിൽ ഇങ്ങനത്തെ മാറ്റേഴ്സൊക്കെ സംഭവിക്കുമ്പം അതിനെ ലാഗെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഈ മൂവി കാണുന്നവർക്ക് മനസ്സിലാവും. സത്യത്തിൽ ഇങ്ങനെയൊക്കെ കഥകൾ പ്ലോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അത് മേജറായിട്ടുള്ള പ്ലോട്ട് വരുമ്പം അത് ഇതൊന്നുമല്ല, ചെറിയൊരു റൊമാൻറ്റിക് പോലെ. പണ്ടത്തെ ഒരു ബോഡി ഗാർഡ് എന്ന് പറയുന്ന ദിലീപിൻ്റെ അല്ല സിദ്ദിഖ് സംവിധാനം ചെയ്ത ബോഡി ഗാർഡ് എന്ന് പറയുന്ന ഫിലിമുണ്ട്. അതുമായിട്ട് വളരെയധികം ടച്ചുള്ള ഒരു ഫോർമാറ്റാണ് ഈ ഒരു സിനിമയിൽ യൂസ് ചെയ്തേക്കുന്നത്. കാരണം അത് ഈ ഫിലിം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. പിന്നെ ഈ ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നവരും ജോണി ആൻ്റണിയുടെ അദ്ദേഹം ഡയറക്ടറാണ്. ഒരുപാട് ഫിലിമിലൊക്കെ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കഥാപാത്രം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ അതിഥിതാരമായിട്ട് ധർമ്മജൻ വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു അമ്മൂമ്മ വരുന്നുണ്ട്. ആ അമ്മൂമ്മയുടെ പേര് എനിക്കറിയത്തില്ല. ഏറ്റവും അവസാനം ചില സിറ്റികളിലൊക്കെ കണ്ടിന്യൂസ് കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് ഏറ്റവും അവസാനം കാണിക്കുന്നത്. കാരണം ആ കഥാപാത്രം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ക്ലൈമാക്സ് ആ കഥാപാത്രത്തിന് എന്തുവാ സംഭവിക്കുന്നതെന്നുള്ളത്. ആ അമ്മൂമ്മയുടെ പേര് എനിക്കറിയത്തില്ല. നല്ലതായിട്ട് അമ്മൂമ്മ അഭിനയിച്ചിരിക്കുന്നു. ഓക്കെ, എല്ലാം കൊണ്ടും 1 ടൈം അല്ല 2 ടൈം അല്ല, എന്നെ സംബന്ധിച്ച് വിനീതിൻ്റെ നല്ല രീതിയിൽ കണ്ട് ഇരിക്കാവുന്ന ഒരു ചലച്ചിത്രമാണ്. പക്ഷെ ഞാൻ ചലച്ചിത്രം ഒരിക്കലും തിയേറ്ററിൽ പോയി കാണത്തില്ല. അങ്ങനെ ഒരു ഫോർമാറ്റുണ്ട്. ഓക്കെ, എനിവേ താങ്ക്സ്. ഇനി വിനീതിൻ്റെ അടുത്ത പടത്തിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, ഈ ഡയറക്ടറുടെ തന്നെ. ഓക്കെ, ഇറ്റ്സ് മീ ടിനു വർഗീസ് ഫ്രം ടി വ്ലോഗ്സ്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. വിനീത് ഡയറക്ടർ വിനീതെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ആരാണ് വിനീത് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. വിനീത് എന്ന് പറയുന്നതിനെക്കാട്ടിലും ബെറ്ററായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് മഹേശ്വർ. അതെ, ദേവദൂതനിലെ മഹേശ്വരനായിട്ട് അഭിനയിച്ച വിനീത് കുമാർ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ.